ഐക്യം ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഐക്യത്തിലായി അവരെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാവരും നന്നായി എന്ന് പറയുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഐക്യം ഉറപ്പിച്ച ഒരു യോഗം പൂർത്തിയാകുമ്പോൾ ഉറപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കോൺഗ്രസ്സുകാരെല്ലാം വന്നിട്ട് പറയില്ലേ റിപ്പോർട്ടർ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഐക്യം ഉറപ്പിച്ചു എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും വിശ്വാസത്തിലെടുക്കുകയാണ്. ഐക്യം ഉറപ്പിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കൃത്യമായി ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലാണ്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് പോലെ ഓരോ നേതാവും ഇവിടെ നിന്ന് വിളിപ്പിച്ചിരിക്കുന്ന നേതാക്കളാരും ചില്ലറക്കാരല്ലോ. എല്ലാ നേതാക്കളും ഇനി CCTV സർവൈലൻസ് പോലെ ഹൈക്കമാൻഡിന്റെ സർവൈലൻസിലാണ്. അപ്പോൾ നിങ്ങൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലാണ്. അത് VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും തുടങ്ങി താഴേക്കുള്ള എല്ലാ നേതാക്കൾക്കും ബാധകമാണ് എന്ന് ഹൈക്കമാൻഡിൽ നിന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് ഈ യോഗം പൂർത്തിയാകുന്നത് എന്നതാണ് ഈ പരസ്യ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഐക്യത്തിലാണ് നേരത്തെ ഉള്ള ഒരു സാധനമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ ഞങ്ങൾ അതിലാണ്. ഇത് വീണ്ടും വീണ്ടും അവരെ തന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ഓരോ നേതാവും ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പ്രത്യേകിച്ചും K സുധാകരനും VD സതീശനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കാണോ പ്രശ്നം എന്ന ലൈനിലേക്ക് ഇപ്പോൾ രണ്ട് നേതാക്കളും എത്തിയിട്ടുണ്ട് എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പല വേദികളിലായി ഇപ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ചൊക്കെ ഉണ്ണിസാർ പറഞ്ഞു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇടതുപക്ഷം പറഞ്ഞിട്ടൊന്നുമല്ല, പല വേദികളിലെയും പരസ്യമായ മാനിഫെസ്റ്റേഷൻ കണ്ടിട്ടാണ് നാട്ടുകാർക്ക് തന്നെ മനസ്സിലായത്. UDFന്റെ ഘടകകക്ഷികൾ തന്നെ കാരണം ഇടതുപക്ഷം പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. K സുധാകരൻ പോയിട്ട് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷം ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ്. അത് K സുധാകരന്റെ വാദമുഖമാണ്. ശരി, അപ്പോൾ K സുധാകരൻ അങ്ങനെ പോയി പറഞ്ഞാലും അതെല്ലാം കണ്ണടച്ച് വിഴുങ്ങാൻ നിൽക്കുന്നവരല്ല കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നത് വ്യക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി എന്താണ് കേരളത്തിൽ നടക്കുന്നത്, ഈ നേതാക്കൾ എന്താണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ നിരീക്ഷണത്തിലാണ് എന്ന് ഇവരോട് പറഞ്ഞെങ്കിൽ ഒരു കൊല്ലം മുന്നേ അവർ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവരെ എല്ലാവരെയും കൃത്യമായി നിരീക്ഷിക്കുകയും ഓരോരുത്തരുടെയും ഈഗോ എത്രത്തോളം പുറത്തേക്ക് വരുന്നുണ്ട് എന്നതും ഹൈക്കമാൻഡ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ദീപാദാസ് മുൻഷിക്ക് ഇക്കാര്യത്തിലുണ്ടായ അതൃപ്തി അവർ യോഗത്തിലേക്ക് വന്നപ്പോൾ, രാഷ്ട്രീയകാര്യ സമിതി യോഗമടക്കം നടക്കുന്ന വേളയിലായാലും ഇവിടെ കേരളത്തിൽ തന്നെ അവർ ആ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. അത് കൃത്യമായി വാർത്തയാവുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയൊക്കെ പഴി പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന് ഒരു കാര്യവുമില്ല. കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഐക്യം അത് അവിടെ തന്നെ ഇരിക്കട്ടെ, അതാണ് കോൺഗ്രസിന് നല്ലത്. ആ ഐക്യത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആകെ മൊത്തം തവിടുപൊടിയാകുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം നിൽക്കുകയാണ് എന്നതാണ് വസ്തുത. ഇവിടെ K സുധാകരനൊപ്പം തുടർന്നു പോകാൻ സംസ്ഥാനത്തെ നേതാക്കളിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന VD സതീശൻ്റെതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി നമ്മൾ പരസ്യമായി കണ്ടിട്ടുള്ളത്. മറ്റ് നേതാക്കൾ ആരും ഈ മൈക്ക് നീക്കി വെക്കുന്നതടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുന്നേ എന്ന മട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണല്ലോ ഇപ്പോൾ എടുത്ത് കാട്ടിക്കൊണ്ടിരുന്നത്. അതാണല്ലോ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ എതിർപ്പായി ചൂണ്ടിക്കാട്ടിയതും. ഈ നേതാക്കൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇങ്ങനെ പോയാൽ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഭരണം കിട്ടുമോ എന്നുള്ള കോമ്പറ്റീഷനിലല്ല അവരുടെ ശ്രദ്ധ. ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയായി ഞാൻ വരണം എന്നുള്ള കാര്യത്തിലേക്ക് കോമ്പറ്റീഷൻ അവർ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പതുക്കെ തിരിച്ച് ഹൈക്കമാൻഡ് യഥാർത്ഥ ഫോക്കസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒന്ന് പ്രവർത്തിച്ച് പാർട്ടിയെ ഒന്ന് ജയിപ്പിക്കൂ, മുന്നണിയെ ഒന്ന് അധികാരത്തിലെത്തിക്കൂ, അതിനുശേഷം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ അധികാരം വേണമല്ലോ. ഇന്നിപ്പോൾ ഈ ഐക്യത്തിലാണ് എന്നതിനെ ഞാനൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് കേന്ദ്രത്തിലോ കേരളത്തിലോ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ക്യാബിനറ്റിന്റെ ഓത്ത് ടേക്കിംഗ് ഒക്കെ നടത്തിയിട്ട് കുറേ കാലമായല്ലോ. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും, ഓഫ് കോഴ്സ് കർണാടകത്തിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലും കേന്ദ്രത്തിലും ഇങ്ങനെ ഭരണമില്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത്, അതും ശക്തമായ ഒരു പ്രസൻസായി വരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത്, കേരളമാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനം. ആ സാധ്യത ഇല്ലാതാക്കുന്നത് LDFോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോ അല്ല, അവർ തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്. 2021 കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി 2016 to 2021 കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ തുടർഭരണം ഉണ്ടാകില്ലായിരുന്നു. കൃത്യമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് അധികാരം വെച്ചു കൊടുക്കുകയായിരുന്നു. അതും കോൺഗ്രസിന്റെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ തന്നെയാണ്. അപ്പോൾ ആ കാര്യക്ഷമത ഇല്ലായ്മയുടെ ആവർത്തനം, അതായത് പ്രതിപക്ഷം 1, പ്രതിപക്ഷം 2, പ്രതിപക്ഷം 3 പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറപ്പായും പ്രതിപക്ഷം 3 2026 കാണാൻ പോകുന്നത് കൃത്യമായി പണിയെടുത്തില്ലെങ്കിൽ, അത് ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് വൃത്തിയായി ഈ നേതാക്കളെ എല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. MP-മാരുടെ മാത്രം യോഗമല്ല വിളിച്ചത്, AICC ഭാരവാഹികളായവർ അല്ലെങ്കിൽ ചുമതലകൾ നൽകിയിരിക്കുന്നവർ, അങ്ങനെയൊന്നുമല്ല ഈ യോഗം വിളിച്ചിരിക്കുന്നത്. കൃത്യമായ ആളുകളെ ഹാൻഡ് പിക്ക് ചെയ്താണ് ഈ യോഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു മുറിയിലിരുന്ന നേതാക്കൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ Xൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേതാക്കൾ ആരൊക്കെ പങ്കെടുത്തു, അതിൽ നമ്മുടെ ബിന്ദുകൃഷ്ണ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ട ഓരോരുത്തരുടെയും റോൾ എന്താണ്,
പിന്നെ ഒന്നിച്ച് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കുക എന്നതാണ്. സംസ്ഥാനത്ത് 25,177 ബൂത്ത് കമ്മിറ്റികളാണ് കോൺഗ്രസിനുള്ളത്. ഈ നേതാക്കൾ, ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഐക്യത്തിലാണ് എന്ന് പറയുന്ന നേതാക്കൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഈ എല്ലാ കമ്മിറ്റിയും ഇപ്പോൾ ആക്റ്റീവാണ്, സക്രിയമാണ് എന്ന്? ഇതിൽ പകുതിയും നിർജീവമാണ് എന്ന് സുനിൽ കനകുലുവിന്റെ റിപ്പോർട്ടിലുണ്ട്. 9 DCC നിർജീവമാണ്. അതെ. അപ്പോൾ ഈ പ്രവർത്തിക്കാത്ത മണ്ഡലങ്ങൾ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ആറ്റിങ്ങലൊക്കെ നേരത്തെ തന്നെ ഹിന്റ് കൊടുത്തതാണ് കൈവിട്ടു പോകുമെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ നിന്ന് പോയതാണ്. അത് അടൂർ പ്രകാശിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇലക്ഷൻ മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ്, കോൺഗ്രസിന്റെ മാത്രമായി അതിനെ കാണാനും കഴിയില്ല. പക്ഷെ അത് നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമുള്ള ഒരു വിജയമാണ്. മാത്രമല്ല BJPക്ക് അവിടെ വോട്ട് ഉയർന്നിരിക്കുന്നത് കൃത്യമായ ഒരു സൂചനയാണ്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 11 ഇടങ്ങളിൽ BJP നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. CPM-നോട് മാത്രം മത്സരിച്ചാൽ പോരാ കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യൂ, അല്ല എങ്കിൽ അടുത്ത തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടിലേക്ക് പാർട്ടി പോകും. അതിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ആലോചിക്കാൻ കഴിയുമോ? ഉണ്ണിസാർ ഒന്ന് ആലോചിച്ച് നോക്കുക. 3-ാം തവണയും കേരളം പോലൊരു സംസ്ഥാനത്ത് മാറി മാറി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നിട്ട് UDF എന്ന് പറയുന്ന ഒരു സംവിധാനം 3-ാമതും പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൊക്കെ ഇതെങ്ങനെ സഹിക്കും? ലീഗൊക്കെ ഇത് സഹിച്ച് UDF-ൽ തന്നെ തുടരും. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. UDF-ന്റെ ഏകോപന സമിതി ഈ ഡൽഹി യോഗത്തിന് മുമ്പേ ഇവിടെ കൊച്ചിയിൽ നടന്നിരുന്നല്ലോ. അപ്പോൾ അതിലടക്കം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന ചർച്ചയായിരുന്നു. അതുപോലെ നേതാക്കളുടെ തമ്മിലടി, അത് ഹൈക്കമാൻഡിനെ അറിയിക്കാനായി ലീഗ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ശക്തമായ വിമർശനം ഉന്നയിച്ചു. അതെ, ഘടകകക്ഷികൾ ഈ വിഴുപ്പലക്കലിൽ വലിയ അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത്. അതും ഹൈക്കമാൻഡിന്റെ CCTV-യിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ CCTV-യിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ഇനി കെ സുധാകരനിലേക്ക് വരാം. കഴിഞ്ഞ 3-3.5 വർഷമായിക്കാണ് കെ സുധാകരൻ പാർട്ടി പ്രസിഡന്റായിട്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു കെ സുധാകരൻ KPCC പ്രസിഡന്റായി ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് സുധാകരനെ മാറ്റാൻ തുടങ്ങിയതാണ്. കെ സുധാകരനെ മാറ്റുന്നു, അടുത്തതായി ഇന്ന ആളുകൾ വരുന്നു, സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുള്ള നിയമനം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ അപ്പോൾ മുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, ലോക്സഭയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടിലും നല്ല പെർഫോമൻസ് ആണ് കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷം നല്ല പ്രകടനം പുറത്തെടുത്തു, എങ്കിലും കോൺഗ്രസിന് അത്ര മോശം പ്രകടനമല്ല എന്നതടക്കം ഇതെല്ലാം കെ സുധാകരന്റെ കീഴിലല്ലേ? അദ്ദേഹമല്ലേ പാർട്ടിയുടെ പ്രസിഡന്റ്. അപ്പോൾ ഈ കെ സുധാകരൻ കൊള്ളില്ല, കെ സുധാകരന്റെ ആരോഗ്യം മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ മാറ്റണമെന്ന് വാദിക്കുന്ന വിഭാഗത്തെക്കാൾ ശക്തി മാറ്റേണ്ട എന്ന് വാദിക്കുന്ന വിഭാഗത്തിനായിരുന്നു എന്നതും നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ മാറ്റുന്ന ചർച്ചയിൽ നിന്ന് തെന്നി മാറിയത് എന്നത് വേണം ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എത്തുന്ന നിഗമനമാണ്. കാര്യങ്ങൾ ഭംഗിയായി പോകുന്നതിനാൽ സുധാകരനെ മാറ്റേണ്ട എന്ന കെ മുരളീധരന്റെ തുറന്ന അഭിപ്രായ പ്രകടനം, അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരന്റെ പക്ഷം പിടിക്കാനാണ് താല്പര്യം. ഇവിടെ KC വേണുഗോപാൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സിലേക്കാണ് പോയിരിക്കുന്നത് എന്നതാണ് എനിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2 പക്ഷവും പിടിച്ചിട്ടില്ല. കെ സുധാകരന്റെയും പക്ഷമില്ല, VD സതീശന്റെയും പക്ഷമില്ല. പ്രത്യേകിച്ച് ആർക്കും ഒരു പിന്തുണയും നൽകാൻ പോകുന്നില്ല എന്ന നിലപാടെടുത്ത് ഇന്നത്തെ ഈ നേതൃമാറ്റ ചർച്ചകളിലടക്കം ഓരോ നേതാക്കളും അഭിപ്രായങ്ങൾ പറയാനായി കൂടിക്കാഴ്ചയ്ക്കായി ചെല്ലുമല്ലോ. അപ്പോഴായാലും ഇക്കാര്യത്തിൽ പക്ഷം പിടിക്കേണ്ടതില്ല, ഹൈക്കമാൻഡ് ഒന്നിച്ചു പോകാനുള്ളൊരു തീരുമാനം എടുക്കണം എന്ന നിലപാടിലേക്ക് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കം എല്ലാവരും എത്തിയതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും അഹമ്മദാബാദ് സെഷൻ ഏപ്രിലാണ് നടക്കാൻ പോകുന്നത്. 1 മാസത്തിന്റെ അകലമേ ഉള്ളൂ. എന്തായാലും അതുവരെ പകരം ആരെന്നുള്ള ഒറ്റ മറുപടിയിലേക്ക് എത്തുന്നതുവരെ KS എന്ന കെ സുധാകരൻ തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം അടൂർ പ്രകാശ് ആയാലും ബെന്നി ബെഹനാൻ ആയാലും ഇതിലേക്കെല്ലാം ഒരു സിംഗിൾ ചോയ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ എളുപ്പമല്ല. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ CPI-ന്റെ സമ്മേളനത്തിൽ പെട്ടെന്ന് പ്രസിഡന്റിനെ തീരുമാനിക്കും, BJP-യുടേതാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിക്കും, ഇവിടെ നിന്ന് വേറെ ചർച്ചയൊന്നും നടക്കില്ല. പക്ഷേ അങ്ങനെ രണ്ടുമുള്ള ഒരു കേഡർ സംവിധാനം അല്ലല്ലോ കോൺഗ്രസിനുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പുകളെയും തമ്മിലടിയും പേര് നിർദ്ദേശിക്കലും ഒന്നും വേണ്ട എന്ന് കൃത്യമായി നല്ല വെടിപ്പായി എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ നേതാക്കളോട് എല്ലാവരോടും. പ്രത്യേകിച്ച് ഏതെങ്കിലും 1-2 നേതാക്കളോടല്ല, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനിയൊരു കണക്കൂടെ പറയാം. രാജ്യത്ത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ഭാരത് ജോഡോ യാത്ര ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് അത് എൻഹാൻസ് ചെയ്യാൻ എത്രത്തോളം കേരളത്തിലെ നേതാക്കൾ ശ്രമിച്ചു. കേരളത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി സർക്കാരിനെതിരെ രംഗത്ത് വരാനൊക്കെയുള്ള സമയമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയ സമയമൊന്നും തിരിച്ചു കിട്ടില്ല. ഹൈക്കമാൻഡ് ഇടപെട്ടാലും പോയ സമയം പോയത് തന്നെയാണ്. അതേസമയം ഇടതുപക്ഷം കൃത്യമായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൊടുക്കുന്നു. അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരത്തിലായാൽ പോലും ആളുകളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മറുപടികൾ അവർ കൃത്യമായി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും കൂട്ടിയത്. ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്താണ്
അതാ പാർട്ടിക്കുള്ളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, അതിപ്പോൾ നമ്മൾ പുറത്തു നിന്ന് ക്യാപ്സൂൾ എന്നൊക്കെ കളിയാക്കുമെങ്കിൽ പോലും ആ ഒറ്റ ശബ്ദത്തിന് വേറെ എതിരഭിപ്രായവും വരുന്നില്ല. അത് കൃത്യമായി ആളുകളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ നേതൃത്വം കോൺഗ്രസിന് ഉണ്ടാകാതെ കേരളത്തിൽ കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞ വാചകം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത് എന്നതാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി, ഈ തന്ത്രം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ തന്ത്രമാണ്. അതിനായി നിരീക്ഷിച്ച് ഇപ്പോൾ ക്ലാസ്സിൽ കൃത്യമായി കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ ക്ലാസ് റൂമുകളിലൊക്കെ CCTV വെച്ചിട്ടുള്ള സർവൈലൻസ് പ്രിൻസിപ്പൽ നടത്തുന്നത് പോലെ ഹൈക്കമാൻഡ് എന്ന പ്രിൻസിപ്പലിന്റെ CCTV സർവൈലൻസിലേക്ക് കൃത്യമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അവർക്ക് സേ ഉണ്ടായിരുന്നു, എതിരഭിപ്രായം പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ നിൽക്കുകയാണ്. അതെല്ലാം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചു. നിങ്ങളെ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആകെ അലമ്പാക്കി. അതുകൊണ്ട് ഇനി ഞങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിച്ചോളാം, നിങ്ങൾ അത് അനുസരിച്ചാൽ മതി എന്ന കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ 5% വോട്ട് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ നോക്കേണ്ടതുണ്ട്. BJPക്ക് ഗ്രോത്തും കോൺഗ്രസിന് 5% ഡിക്ലൈൻ ആണ്. അപ്പോൾ പോയ 5% തിരിച്ചു കൊണ്ടുവരണം. ഇടതുപക്ഷത്തേക്ക് പോയിട്ടുള്ള മതന്യൂനപക്ഷങ്ങളുടെ അടക്കം വോട്ടുകൾ ഉണ്ടെങ്കിൽ അതടക്കം തിരിച്ചു കൊണ്ടുവരണം. വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് തമ്മിലടിച്ച് ഞാനാണോ നീയാണോ മുന്നിൽ എന്ന് തർക്കിച്ചുകൊണ്ടിരുന്നാൽ കേരളത്തിൽ കോൺഗ്രസിന് ഇനി തിരിച്ചു വരവെന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാകും. പല പ്രശ്നങ്ങളാണ് ഈ ഇന്ത്യയിൽ തന്നെ. പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് പല വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ ഹരിയാനയിൽ എന്താണ് നേരിട്ടത്? ഹരിയാനയിലും ഏകദേശം സമാനമായൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ 2 നേതാക്കളായിരുന്നു പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട്. ഒന്ന് ഭൂപീന്ദർ ഹൂഡയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ വനിതാ നേതാവ്. അപ്പോൾ അവരെ എങ്ങനെയാണ് പാച്ചപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ശ്രദ്ധ. തമ്മിലടിച്ച് BJPക്ക് ഹരിയാനയിൽ കൊണ്ട് അധികാരം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഗോവയിൽ നോക്കൂ, ഗോവയിൽ 2022 തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഇന്നേ വരെ ഇന്ത്യയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തി രാഹുൽ ഗാന്ധി. എന്താ നടത്തിയത്? മുഴുവൻ സ്ഥാനാർത്ഥികളെയും കൊണ്ട് ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഭരണഘടന മുന്നിൽ വെച്ചിട്ട് അതിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു. എന്താണ്? കൂറുമാറില്ല. അതെ, ഒരു ഗതികേടിലേക്ക് ഇന്ത്യയിലെ ഒരു പാർട്ടി എത്തി നിൽക്കുന്നതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? പാർട്ടി അടിമുടി അവിടെ തകർന്നുപോയി. അതായത് ഈ പ്രസ്ഥാനത്തെ, കോൺഗ്രസ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഘടകത്തെ വിശ്വാസമില്ലാത്ത ഹൈക്കമാൻഡിൻ്റെ 2 എക്സാമ്പിളുകളാണ്. ഒന്ന് ഹരിയാനയിൽ സംഭവിച്ചത്. അവിടെ ഭൂപീന്ദർ ഹൂഡയ്ക്ക് ക്യാമ്പയിൻ വിട്ടുകൊടുത്തു. അതാണല്ലോ അവിടെ അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നാണ് പരാജയപ്പെടുത്തിയത് എന്ന വിലയിരുത്തലിലേക്ക് ഒടുവിലെത്തിയത്. ഗോവയിലും ഇതേപോലെ പറ്റിയത്. അവിടെയും ഘടകകക്ഷികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടായി. ഇതാണ് പാർട്ടിയെ സംസ്ഥാന ഘടകത്തിൽ വലിയ പ്രശ്നമുണ്ടായി. വലിയ കൂറുമാറ്റം ഉണ്ടാവുന്നു. ലോയലായ ആളുകളുണ്ടോ എന്നതുപോലും ഉറപ്പിക്കാനാവാത്ത സ്ഥിതി. കേരളത്തിലും സമാനമായൊരു സ്ഥിതി ഉണ്ടാവുന്നത് കോൺഗ്രസിനൊട്ടും ഗുണകരമായ ഒന്നല്ല. കർണാടകയിൽ ഇത് മാനേജ് ചെയ്തു. കാര്യം അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യയും വളരെ കൃത്യമായിട്ട്. രേവന്ത് റെഡ്ഡിയുടെ പ്രശ്നത്തിലും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആൻറ്റി ഇൻകുംബൻസിനെ ടാപ്പ് ചെയ്യാൻ സാധിച്ചു. ഹിമാചൽ പ്രദേശിലും അത് സാധിച്ചു. ഇത് 3 ഇടങ്ങളിലും ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് വേറെ ഏത് സംസ്ഥാനത്താണ് ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പ് കേരളത്തിലുള്ളതുപോലെ ഉണ്ടായിരുന്നത്? ആ കേരളത്തിലാണ് ഈ അനൈക്യമുള്ളത്. കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ് ലീഡർഷിപ്പ് എന്നുള്ളത്. സ്ട്രോങ് ആയ ലീഡർഷിപ്പാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയ ലീഡേഴ്സ് ഉണ്ട്, ലീഡർഷിപ്പ് ഇല്ല. അവിടെ അവിടെയാണ് ആ വാക്ക് പ്രധാനം. ഇന്ന് KC വേണുഗോപാൽ ഉപയോഗിച്ച വാക്ക് ഇതാണ്, കളക്റ്റീവ് ലീഡർഷിപ്പിലായിരിക്കും എന്നുള്ളതാണ്. കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആബ്സെൻസ് ഓഫ് എ ലീഡർ എന്നാണ്. അതെ, അതൊരു വലിയ പ്രശ്നമായിട്ട് അല്ല, ഇവിടെ ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ CPIഎമ്മിനെയും BJPയെയും വെച്ച് നമ്മൾ കോൺഗ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായി ഒഴുകിപ്പോയ വോട്ട് ഏതാണെന്ന് CPIഎം അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിലെ അതെ ഈഴവ വോട്ടുകൾ പോയതിനെ കുറിച്ച്, ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു പോയതിനെ കുറിച്ച്, മുസ്ലിം കൺസോളിഡേഷൻ ഇപ്പുറത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് എല്ലാം അവർ അവെയറാണ്. അതേ അവയർനെസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആർക്കാണ്? കോൺഗ്രസിനാണ്. കാരണം UDF-നാണ് അടുത്ത 2026 അധികാരത്തിൽ വന്നില്ലെങ്കിൽ തങ്ങളുടെ തന്നെ നിലനിൽപ്പ് ഭീഷണിയാകുമെന്ന് തിരിച്ചറിയുന്നത്. 2021 ചെയ്യേണ്ട ആ കാര്യം ഇതുവരെ ചെയ്യാതെ 2025 ഫെബ്രുവരിയിൽ ഒന്നിച്ച് നിൽക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതുണ്ട്. ഈ ഈഴവ വോട്ടുകൾ K. സുധാകരനെ പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീയ ഈഴവ ആ കൺസോളിഡേഷനിൽ നല്ല മാറ്റം ഉണ്ടാകും. അതൊരു പോയിന്റാണ്. Meet the editors.